ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളിന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ഷോർട്സ് തന്നെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ചാനൽ കാണുന്നവർക്കറിയാം, കാരണം സമയപരിമിതി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ നമ്മളൊരു വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് ഒരു ഓഫ് ഡേ കിട്ടിയപ്പോൾ നമ്മളിന്ന് വയനാട്ടിലേക്കൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം നമുക്ക് വയനാടിൻ്റെ കുറച്ച് ഭംഗി കാണാം. നമ്മൾ ചുരം കയറുന്ന സമയത്തുള്ള കുറേ ഷോർട്സാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ശരിക്കും അതിന് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വയനാട് അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്, എല്ലാവരും പോയിട്ടുള്ള സ്ഥലമായിരിക്കും. പക്ഷേ നമ്മളിന്ന് പോകുമ്പോൾ നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിവിടെ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി കലാപരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ. ഇതെന്താ ഇവാനക്കുട്ടി കൂട്ടായി നിന്ന്? ഇവാനക്കുട്ടിക്ക് ഫുഡ് വേണ്ട, ചോറ് വേണ്ട. ഷട്ടേനൊരു കളി കാണും. ആടെ ഇരിക്കാൻ. വീഡിയോസ് എടുക്കുമ്പം പല പോർഷൻസിലും ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം ആളുകൾ നോക്കുമ്പോഴൊരു നാണക്കേടെന്ന് പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഷൈ. അപ്പം ആ സ്ഥലങ്ങളിലാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അധികം ലോങ് പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു, കാരണം നമ്മൾ ഉച്ചയ്ക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി, ചേട്ടൻ ബീഫ് ബിരിയാണി, അമ്മ ഊണുമാണ് കഴിച്ചത്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ പാർക്ക്. ഇവിടെ പല പല സെഗ്മെന്റ്സ് വരുന്നുണ്ട്. അഡ്വഞ്ചർ സൈഡ് ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഫിഷ്, ബേർഡ്സ് പാർക്ക്, അങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അബദ്ധം പറ്റിയതാണ്. നമ്മളിന്ന് മൈക്കും സെറ്റപ്പൊക്കെ ആയിട്ടാണ് ട്രിപ്പ് പോയത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്, പക്ഷേ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഈ സൗണ്ട് ഇല്ലാത്തത്. സോ ആ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ വ്ളോഗിന് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, അതുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സൗണ്ട് കിട്ടിയില്ല. സാരല്ല, സൗണ്ട് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. പൂച്ചക്കുട്ടി ഇച്ചുട്ടിന്റെ സാധനം കണ്ടോ? പൂച്ച സാർ, ഇച്ചുട്ടി കളിപ്പാട്ടം പൂച്ചനെ കാണിച്ചെടുക്ക്. കണ്ണാ, ഇവാൻ അമ്മേനെ കൂട്ടുന്നില്ല. ഇവാൻ എവിടെ പോവാ? ചളി ഉണ്ടോ ഇച്ചു? ഇവളെന്താക്ക? ഇച്ചുമോളെ അങ്ങോട്ട് വെയില. ഗൈസ്, നിങ്ങളെ വീട്ടിലുണ്ടോ ഒരു വഴിക്ക് പോയി അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ചോട്ടാസ്? പക്ഷെ എൻ്റെ വീട്ടിലുണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അല്ല വിളിക്കുന്നത് ഫ്രണ്ട്സ്, ഞങ്ങൾ നല്ല മര്യാദയ്ക്ക് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാനും. ഐസ്ക്രീം കഴിച്ചത് നാവ് മരവിൽ ചോദിച്ചാണ്. അങ്ങനെ പുറത്തെ ഒരു ചേച്ചി എന്ന് പറഞ്ഞ് ഐസ്ക്രീം കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കുക, കാരണം ഇവിടെ ഫുള്ള് കുരങ്ങന്മാരുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പം എങ്ങനെ കയ്യിൽ മാറ്റിപ്പോയ സീനാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. ഇവാനിൻ്റെ ഐസ്ക്രീം ആകാൻ തട്ടിപ്പറിച്ചപ്പോൾ കുരങ്ങൻ്റെ ലാസ്റ്റ് അവസാനം കഴിക്കാൻ പറക്കറിയോ ശരിയാക്കുകയും ചെയ്യും. ലേക്കിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്സ് ഉണ്ട്. ടോയ് ഷോപ്പുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ ചെടികളുടെ വിത്തും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. അത് കൂടാതെ ഉൾഭാഗത്തോട്ടായിട്ട് എക്സിബിഷനും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളോട്ട് കയറിയില്ല, കാരണം ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മോള് ഭയങ്കര കച്ചറയായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ അവിടെ നിന്ന് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ചത്ര അവിടെ നിൽക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ മെല്ലെ അവിടെ നിന്ന് പോകുന്നു. ലേക്ക് നമ്മൾ നേരെ പോകുന്നത് പാർക്കിലേക്കാണ്. അപ്പം അത് രണ്ട് സെക്ഷനാണ്, 2 ടിക്കറ്റും കാര്യമൊക്കെയാണ്. ഇതിനെല്ലാത്തിനെ കണ്ടാലും പേടിയാ, പിന്നെന്താ ചെയ്യാ? അമ്മ ഈയല്ല മുയല്. അച്ഛൻ എടുത്ത് കാണിച്ചു.
ശൂശു പാമ്പ് കണ്ടോ? നമ്മളെ തങ്കപ്പൂച്ച അതാ നോക്ക്. അല്ല അതിന്റെ ബാക്കിലൊന്നുണ്ട്. ആ തല എങ്ങനെ വെച്ച് കിടക്കുക. അങ്കവാലം പൂങ്കോയി അങ്കവാലം പൂങ്കോയി ചുട്ടി അങ്കവാലം പൂങ്കോയി ചുട്ടിന്റെ കാർട്ടൂണിലുള്ള ചൂടിന്റെ കാർട്ടൂണിലെ അങ്കവാലം പൂങ്കോയിയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ചുടിയെ താരാവേ താരാഹേ അതാ അതാ താറാവിനൊക്കെ ഒറ്റ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവാണ് അഭിനയിച്ചു. ഇതാണ് ഗായ്സ് നമ്മുടെ ഇച്ചൂട്ടിൻ്റെ പ്ലേ ഏരിയ. അവൾ ഇത്രയും നേരം ക്ഷമിച്ചും സഹിച്ചും നിന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ബോൾ കൊണ്ടുള്ള കളിയായിരുന്നു. അവിടെ നമുക്ക് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൗണ്ട് കൊടുക്കുക, മീൻസ് വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റ് പോകുന്നതുകൊണ്ട് നമ്മൾ സൗണ്ട് ഒഴിവാക്കി. അപ്പോൾ ആദ്യം നമുക്ക് ബോൾ കളിച്ച് തുടങ്ങാം. അവിടെ ഈ ബോൾ മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കുള്ള ഊഞ്ഞാൽ, വലിയവർക്കുള്ള ഊഞ്ഞാൽ, അതേപോലെ കുട്ടികൾക്കുള്ള ഹൈറ്റ് കുറഞ്ഞ റോപ്പ് വേ, സീസോ, പിന്നെ കുറേ കുതിര, കരടി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ കാറ്റ് നിറച്ചിട്ട് കുട്ടികളെ തുള്ളി കളിക്കുന്ന സാധനം, എൻ്റെ പേരെനിക്കറിയില്ല, ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ കയറണമെങ്കിൽ ഒരു മിനിമം വലിപ്പം വേണം. പക്ഷേ പുള്ളിക്കാരി 2 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ അതിലൊക്കെ കയറ്റിയിട്ട് അതിൽ കളിക്കുന്ന കുട്ടികളെ ചവിട്ടിക്കുട്ടത്തിന് മൂലക്കാക്കുന്നുണ്ട്. ഞങ്ങൾ പേടിച്ച് കയറ്റിയിട്ടുമില്ല കേട്ടോ, അതിന് പേടിയാണ്. പുള്ളിക്കാരി അപ്പോൾ ഫുൾ ടൈം ആ ബോൾ ബാസ്ക്കറ്റിലിട്ടുകൊണ്ട് കളിക്കുകയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയതേ ഇല്ല. ഞങ്ങൾ കുറച്ച് ഊഞ്ഞാലിലൊക്കെ ആടി, അമ്മയും കുറച്ച് ഊഞ്ഞാലിലൊക്കെ ആടി, കുറേ നേരം അവിടെ ചിലവഴിച്ചു. ഒരു അരമണിക്കൂർ അവിടെ തന്നെയായിരുന്നു. ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കളിക്കുന്ന ഏറ്റവും ചെറുത് ചുട്ടിയാണ്. മൊത്തം ഒരു ഷോട്ട് എടുക്കട്ടെ. ഇതെന്താ 360 ഡിഗ്രി? അത് മറ്റേ സിനിമ അഡ്വഞ്ചർ സോൺ ആണ്. പിന്നെ അവിടെ മോൾ കൂടെ നടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കണ്ടോ, റോപ്പിംഗ് പോലെ. ആ ഭയങ്കര അഡ്വഞ്ചറാ. കണ്ടോ ആ ഫോട്ടോയിൽ കണ്ടോ, അതേപോലെ നമുക്ക് നടക്കാം. പിന്നെ നമ്മൾ ആദ്യം പോയ പൂക്കോട് തടാകം ജസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. റോഡിന് അപ്പുറം ഇപ്പുറമായിട്ടാണ് തടാകവും ഈ പാർക്കും വരുന്നത്. ഈ പാർക്കിൽ നമ്മൾ ഫസ്റ്റ് പോയ ബേർഡ്സ് പാർക്ക് ഉണ്ട്, ചിൽഡ്രൻസ് ഏരിയ, പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അഡ്വഞ്ചേഴ്സ് കുറെ പരിപാടികളുണ്ട്. 3D സിനിമ, 360 ഡിഗ്രി അഡ്വഞ്ചർ സോൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല കേട്ടോ, സമയം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ കോഴിക്കോട് നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വയനാട്ടിലുള്ളവരൊക്കെ സുഖം. One, two, three. യോ ചന്തമോടെ എന്നും നീയോ എന്റെ നല്ല സുന്ദരി. ലോട്ടറി എടുത്തിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. ചിലപ്പോ 1 കോടി, ചിലപ്പോ ഇച്ചുമണി തോക്കും വയനാട്ടിൽ നിന്ന്. 1 കോടി വാങ്ങി നാളെയാണ് നറുക്കെടുപ്പ്. അടുക്കി വെച്ചോ. വേണോ ഇത് വേണോ, കുഞ്ഞിന് മോര് വേണോ? ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറഞ്ഞാല് റോഡ് സൈഡിലൊക്കെ നല്ല നല്ല രസമുള്ള ചെറിയ ചെറിയ പീടികളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെ പറ്റിക്കുന്ന ഈ കലാവിറ്റീസ് ഒക്കെ വെക്കുന്ന കുറെ പീടികളുണ്ടാവും. ഇഷ്ടമണിയതാ ഞെക്കിയിട്ട് പായുന്നൊരു പൈന്റില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടമണിന്റെ കയ്യില് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളുണ്ട്. പിന്നെ വെറുതെ എന്ത് കണ്ടാലും നമുക്ക് വാങ്ങണം. ഞങ്ങൾ ഫുള്ള് ലോഡായിട്ട് വീട്ടിൽ പോവുള്ളൂ, വേറെ കാര്യം. എന്താ 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 ആ അങ്ങനെയൊക്കെയാണ്. കൊടുക്ക് ഫുഡ് കൊടുക്ക്. പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ഇതാണ് വയനാടിന്റെ ഹൃദയഭാഗമായ വൈത്തിരിയിലുള്ള പൂക്കോട് ലേക്ക്. കണ്ടോ, അടിപൊളിയല്ലേ കാണാൻ ഗൈസ്. പുറകില് കാടൊക്കെ ആയിട്ടാണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ചവിട്ടി ഓടിക്കണം. കയാക്കിങ്ങും ഉണ്ട്. ഇവിടെ 2 സീറ്റ്, 4 സീറ്റ്, 3 സീറ്റ്, അങ്ങനെ 7 സീറ്റ്, അങ്ങനെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഓരോ കാറ്റഗറി ആയിട്ട് ഇങ്ങനെ അതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത്. കുരങ്ങനെ കാണിച്ചുതരാം. ഇതിപ്പോ ഒരു മോളെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിച്ച് വാങ്ങിച്ച ഐസ്ക്രീമാണ്. നടക്കുന്നതിനൊന്നും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കഴിച്ചോണ്ട് നടക്കുകയാണെങ്കിൽ അതിന്റെ കാര്യം പോക്കാം. അപ്പൊ ഞാനും മോളും ഓരോ ഐസ്ക്രീം വാങ്ങിച്ച് കഷ്ടിച്ചാണ് ഞങ്ങൾക്ക് അത് മിസ് ആവേണ്ടുന്നത്, ഒരു ചേച്ചി പറഞ്ഞുകൊണ്ട്.
ഇത് വേറൊരു മോളെ കയ്യിൽ നിന്ന് ഇപ്പോ തട്ടിപ്പറിച്ചോണ്ട് പോയത് ഈ ഐസ്ക്രീം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് നോക്കുന്നത് നല്ല കേട്ടോ, കാരണം കയറ്റിലേക്ക് ചാടി കയറും. അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇതിലങ്ങനെ നല്ല ഫുട്പാത്ത് ഉണ്ട് ഇവിടെ. അടിപൊളിയായിട്ട് നടക്കാൻ. ഇതിലൂടെ ഈ ലേക്കിന്റെ കരയിൽ ഒരു ഫുട്പാത്തിൽ നല്ല രസമായിട്ട് നടക്കാം. ശരിക്കും ഇപ്പോ അമ്മയും ഉച്ചമണി കൊണ്ട് അവിടെ കാത്തിക്കുന്നു. ഉച്ചമണി തൽക്കാലം ഒരു വീഡിയോ ഒക്കെ കൊടുത്ത് നല്ല അവിടെ ഒന്ന് ഇരിപ്പിച്ചാണ്. കാരണം ഒന്നിനോട് സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് രാവിലെ പോന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓളെ ഒരു 11 മണിയാകുമ്പോൾ ഓളെ ഉറക്കം നടന്നില്ല. അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓളെ മെല്ലെ അമ്മേനെ അടുത്താക്കി ഞങ്ങൾ മെല്ലെ നടക്കാറിയാണ്. നമ്മളിവിടെ വന്നേ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ. ഇവിടുന്നാണ് നല്ല വ്യൂ കേട്ടോ. ഈ സൈഡ് നല്ല വ്യൂ. അതാ ഒരുപാട് ബോട്ടുകളിലേക്ക് കൂടെ ഇങ്ങനെ. ഇതെന്താ ഇവിടെ ഇങ്ങനെ ബൗണ്ടറി ഇട്ടാ ഈ നൂലോണ്ട് ഇങ്ങനെ കയറോണ്ട് അത് കൊടുക്കവേ. എങ്ങനെ കൊടുക്കാൻ പക്ഷെ അങ്ങോട്ട് വെച്ചെടുക്കാൻ. മിനി ചേട്ടാ ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യാണ് ഗൈസ്. ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യാണ്. പക്ഷി വന്നപ്പോ നിങ്ങൾക്ക് പേടിയായില്ലേ? ഒട്ടകപക്ഷി ഇവാന അടിപൊളി. ഇവാന അടിപൊളി. അടിപൊളി മോളെ. കഴിഞ്ഞ പോയി ഫുഡ് കഴിഞ്ഞു പൊക്കോ. ഇതെന്താ എക്സോട്ടിക് ബേർഡ് സ്റ്റേഷനോ? കാഴ്ചകളുണ്ട്. ചൂടി നടന്നു പോവാൻ ഇനി സമ്മതിക്കോ? ഓട് ചൂട്ടി. അച്ഛനെ കൈ പിടിച്ചു വാ. അവിടെ പൂമ്പാറ്റുണ്ട് അല്ലേ ചുട്ടിയ? കിളിയുണ്ട്, കൊറേ ബേർഡ്സ് ഉണ്ട്. ബേർഡ്സ് ഉണ്ട്. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ചൂട്ടി ഓണായിക്ക. ചൂട്ടിന്റെ താണ്ട വൈകി. അത് കൊടുക്കാലോ. ചൂടി കൊടുത്തു. ചുട്ടി മീനിന് ഫുഡ് കൊടുക്കണേ ഫ്രണ്ട്സ്. ചുട്ടി മീനിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ്. കൈ മുക്കാം. കൈ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കയ്യിലാക്കിട്ട് കൈ ഇങ്ങനെ കൊടുക്കല്ലേ? ചുട്ടി അച്ഛൻ കൊടുക്കുന്ന ഞങ്ങളിതാ. ഇതിന്റെ പേരെന്താടാ? ഇതിന്റെ പേരെന്താ? കോക്ടെയിൽ. അങ്ങനെ കോക്ടെയിലിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഇതാ ചൂട്ടി ഇതാ പേടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു. ചൂട്ടിക്ക് പേടിയാണ്. ചൂട്ടി വലിയ ഡയലോഗ് അടിക്കുന്നല്ലാണ്ട് പേടിയാണ്. കോക്ടെയിലുകളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. കാഴ്ച മാത്രം. ചൂടി തൊട്ടു ധൈര്യം തന്നെ സാധനം എടുക്കില്ലല്ലേ? സ്നേക്കിന് എടുത്തിട്ടുണ്ടോ ഇവിടെ? അതൊക്കെ ഉണ്ടോ ഇവിടെ? നിങ്ങളിടൂ. ഇതാരാ? എന്താ എന്റെ പേര്? മക്കാവോ. മാങ്കോ എന്നാ പേര്. മറ്റേ ഇതിനെ എടുത്തിട്ടൊന്ന് വെച്ചോക്ക്. 100ന്റെ മക്കാവുന ഇവിടെ നിക്കൂലേ? കൊത്തുപോലെ നമ്മളെ മക്കാവനൊന്ന് കാണാ, ഒന്ന് പരിചയപ്പെടാ. ഓക്കെ. മക്കാവ് ആള് കുറച്ച് ഷൈ ആണ്. ഇവിടെ നിക്കോ? ഇവിടെ തോള് വെക്കട്ടെ. പേടിക്കണ്ട. ഇതെന്താ ചൂട്ടിയ സാധനം നോക്ക് മോളെ. ചൂട്ടി പേടിത്തോണ്ടത്തിനെ കൊണ്ട് ആരെങ്ങോട്ടൊക്കെ വരുമോ? ബൈ ബൈ വയനാട്.